ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവുന്നത് പോസ്റ്റ് ഒടിഞ്ഞു വീഴുക, അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പി പൊട്ടി വീഴുക, അപ്പോൾ ആളുകൾക്ക് ഷോക്ക് ഏൽക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. ഞാൻ 9-ാം വാർഡിൽ സഞ്ചരിക്കുമ്പോൾ പല പോസ്റ്റുകളും അപകടാവസ്ഥയിലാണ്. വിളഭാഗം മാവേലി സ്റ്റോറിന് ഫ്രണ്ടിലുള്ള പോസ്റ്റ് അടുത്ത ദിവസങ്ങളിൽ വളരെയധികം ചരിഞ്ഞ് ഏത് നിമിഷവും ട്രെയിൽ വന്ന് വീഴത്തക്ക ഒരു അവസ്ഥയിലായിരുന്നു. ഈ ജനപ്രതിനിധികളും മെമ്പർമാരും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നിട്ട് നിരന്തരം ഇത് കണ്ട് അതിൻ്റെ മുന്നിലൂടെ പോയിട്ടും അവരാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരവസ്ഥയാണ്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അവിടെ നിന്നുകൊണ്ട് വർക്കല KSEBിനെ വിളിക്കുകയും അടുത്ത ദിവസങ്ങളിൽ അവർ വന്ന് മാവേലി സ്റ്റോർ, വിളഭാഗം ചന്തയ്ക്കകത്തുള്ള മാവേലി സ്റ്റോറിൻ്റെ ഫ്രണ്ടിലത്തെ പോസ്റ്റ് മാറ്റുന്നൊരു അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ വോട്ട് തേടി എൻ്റെ പ്രിയ സമ്മതിദായകരുടെ മുന്നിലോട്ട് പോയപ്പോൾ 2 സ്ഥലത്ത് പോസ്റ്റുകൾ ഇതേ കണക്ക് അപകടാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടി. ലൈൻ കമ്പി പോലും 6 അടി ഹൈറ്റിൽ പോകുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടു. അങ്ങനെ ഈ KSEB ഉദ്യോഗസ്ഥരെ വിളിക്കുകയും അതിൻ്റെ എൻജിനീയേഴ്സ് ഉൾപ്പെടെ ഇവിടെ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പോസ്റ്റിൻ്റെ അഭാവത്താൽ ഒരു 10-15 2 ആഴ്ചയ്ക്കുള്ളിൽ ആ പുതിയൊരു പോസ്റ്റ് ഇടുകയും അവിടെ അപകടം മാറ്റുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ വോട്ട് തേടി വീണ്ടും ഞാൻ വലയിൻ്റെ കുഴി പ്രദേശത്ത് പോയപ്പോൾ നമ്മളുടെ 9-ാം വാർഡിൻ്റെ അതിർത്തി പ്രദേശമായ ആ വളവ് വരുന്ന ഒരു ഭാഗമുണ്ട്. അവിടുത്തെ പോസ്റ്റും പൊട്ടി നിൽക്കുകയാണ്. അത് ഏത് നിമിഷവും അപകടമുണ്ടാവാം. അപ്പോൾ അതും ഈ KSEB ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ ആ പോസ്റ്റ് മാറ്റുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അധികാരമില്ലാത്ത അവസ്ഥകളിൽ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി ചെയ്യുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും വിലയേറിയ സമ്മതിദാനാവകാശം എൻ്റെ ചിഹ്നമായ കാർ ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്.